മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഞാനിവിടെ ഉണ്ടേ. ഏതൊരാണും പെണ്ണിനെ തള്ളിക്കളയുന്ന ഒരു നിമിഷമുണ്ട്. അതുകൂടി ആയിക്കഴിഞ്ഞ പിന്നെ എല്ലാം ഓക്കെയാടാ. ഓ, ഇന്നവര് വീട്ടിലായിരിക്കോ അതോ 5 സ്റ്റാർ ഹോട്ടലിൽ അടിച്ചു പൊളിക്കായിരിക്കോ? മിക്കവാറും 5 സ്റ്റാറിലായിരിക്കും. അത് കഴിഞ്ഞ് ഇവിടോട്ട് വരുമ്പോ അവളുടെ കഴുത്തിൽ വെട്ടിത്തിളങ്ങുന്ന സ്വർണം ഉണ്ടായിരിക്കും. അതൊക്കെ കണ്ട് വെള്ളം ഉറക്കാനാ എന്റെ യോഗം. ഈ നെക്ലസിന് കരുണ കണ്ടു കഴിഞ്ഞാ അവക്ക് സഹിക്കാൻ പറ്റും തോന്നില്ല. മഹിയെ മനസ്സിൽ കണ്ട് വാങ്ങിയതാ, നന്നായിട്ടുണ്ട്. ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, എല്ലാം വില കൂടിയ സാധനങ്ങളല്ലേ. പിന്നെ ഇതെല്ലാം കാണുമ്പോഴുള്ള എന്റെ അനിയത്തിയുടെ അവസ്ഥയെ പറ്റിയാ ഞാൻ ആലോചിക്കുന്നത്. അവക്കിതൊന്നും സഹിക്കില്ല. കണ്ണേട്ടൻ പറഞ്ഞു മഹിയുടെ അനിയത്തിയുടെ സ്വഭാവത്തെ പറ്റി. അവനും അങ്ങനെ തന്നെയാ ഉണ്ണി. സമ്പത്തിന് വേണ്ടി മാത്ര ആ വീട്ടിലെ എല്ലാവരും കണ്ണേട്ടനെ സ്നേഹിക്കുന്നത്. അല്ലാതെ മനസ്സിൽ തട്ടി ആ പാവത്തിനെ സ്നേഹിക്കാൻ ആരുമില്ല. അങ്ങനെ പറയരുത്. ഇപ്പൊ ഒരാളുണ്ട് അവിടെ. അതെനിക്കറിയാം. കണ്ണേട്ടനോടുള്ള മഹിയുടെ സ്നേഹത്തിന് ഒരു കുറവുണ്ടാവരുത്. തോമസ് വൈദ്യന്റെ ചികിത്സ കൊണ്ട് കണ്ണേട്ടിനെ ഒന്ന് പിടിച്ചു നടത്താൻ കഴിഞ്ഞാ അതിൽ പരം ഒരു പുണ്യയിലെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തില ഞാൻ. ചിലരാഗ്രഹിക്കുമ്പോ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. അങ്ങനൊരു മിറാക്കിൾ കണ്ണേട്ടന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കട്ടെ. നിങ്ങൾക്ക് 1-2 കുട്ടികളും ജനിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളായി കരുതി ഞങ്ങൾക്കും ചേർത്ത് പിടിക്കാലോ. ആ പിന്നെ എന്റെ ഷെൽഫിനകത്തും കുറെ സാധനങ്ങളുണ്ട്. വാ വാ. കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ചിന്ത കൂടിയല്ലേ? കുഞ്ഞുങ്ങളെ താലോലിക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ? അതിഷ്ടപ്പെടാത്തവരായി ആരുണ്ട് ലേഖേ? മഹി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കുന്നല്ലേ പറഞ്ഞത്? എങ്കിൽ പിന്നെ ഈ സങ്കടം കൂടി ദൈവത്തോട് പറഞ്ഞൂടെ? അർഹിക്കാത്തത് ദൈവത്തോട് ചോദിച്ചാലേ ദൈവങ്ങൾക്ക് ശ്വാസം മുട്ടും. അതുകൊണ്ട് എന്റെ കണ്ണേട്ടനെന്നും ആയുരാരോഗ്യ സൗഖ്യത്തോടെ എനിക്കൊപ്പം കാണണമെന്ന് മാത്രമേ എനിക്കിപ്പോ പ്രാർത്ഥിക്കാൻ പറ്റൂ. അങ്ങനെ ഞാൻ ദൈവങ്ങളോട് പറയും. നീ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കാണോ കരണേ? അവര് തിരിച്ചു വരുമ്പോ എന്തായാലും അനന്തവേണ്ണും ഭാര്യയും പെട്ടി നിറയെ എന്തെങ്കിലും കൊടുത്തു വിടാതിരിക്കില്ല. അത് പതിവാ. ഇപ്പൊ ഏത് സാധനവും ഇവിടെ കിട്ടും. ഫോറിൻ സാധനത്തിന് വലിയ പുതുമയൊന്നുമില്ല. എങ്കിലും കാണും വില കൂടിയ സ്പ്രേയും ഓർണമെന്റ്സും ഒക്കെ. ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് ഓരോന്ന് കൊണ്ടുവരുമ്പോ എന്റെ കണ്ണ് തള്ളാതിരിക്കാനല്ലേ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ? പേരിന് അമേരിക്കയിലോ ജർമ്മനിയിലോ പോട്ടെ, ഗൾഫിലെങ്കിലും ഉള്ള ഒരു സുഹൃത്തിനെ കാണിച്ചു തരാൻ ഉണ്ണിയേട്ടന് പറ്റിയോ? ആരെങ്കിലും എന്തെങ്കിലും ഫോറിൻ സാധനം എനിക്ക് ഉണ്ണിയേട്ടനെന്നും പറഞ്ഞു കൊണ്ട് തന്നിട്ടുണ്ടോ? കരുണേ, ഒരു ഭാര്യയ്ക്ക് നിർബന്ധമായും വേണ്ട എന്താണെന്ന് നിനക്കറിയോ? അത് അവളുടെ കഴുത്തില് താലി കെട്ടിയവന്റെ സ്നേഹം. അതിഷ്ടം പോലെ ഞാൻ നിനക്ക് തരുന്നില്ലേ? അപ്പോഴേ എനിക്കൊരു സംശയമുണ്ട്. സ്വന്തം ഭർത്താവിന് ജോലിയും കൂലിയും ഒന്നുമില്ലെന്ന് വെക്ക, പക്ഷെ ഭർത്താവ് ഭാര്യയ്ക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അവിടെ അവളുടെ വിശപ്പ് മാറുമോ? സ്നേഹം, കുഞ്ഞുങ്ങള്, സമ്മാനം ഇതെല്ലാം ചേരുമ്പോഴേ ഒരു ദാമ്പത്യമെന്ന് പറയാൻ പറ്റൂ. ഇതില് പലതും കല്യാണത്തോടെ നിന്റെ ചേച്ചിക്ക് നഷ്ടപ്പെട്ടില്ലേ? അതെ, അവർക്കൊരു ആനയെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാ കണ്ണേട്ടന് അത് ചെയ്തു കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയേക്കും. പക്ഷേ ആ ആനപ്പുറത്തൊരിക്കലും കണ്ണേട്ടന് കയറാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് കുറവുകൾ അയാൾക്കുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ് നീ ചെയ്യേണ്ടത്.
എന്തായാലും നാലാളുടെ മുന്നിൽ ഭർത്താവെന്ന് പറഞ്ഞ് കൊണ്ട് നിർത്താൻ പറ്റിയ ഒരാളെയാണല്ലോ നിനക്ക് കിട്ടിയത്. സ്വന്തം കഴിവേട് മൂടി വെക്കാൻ എന്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോരോ മണ്ട ന്യായങ്ങൾ പറയും. അതിന് നല്ല മിടുക്ക. പക്ഷെ അപ്പോഴും ഒരു കാര്യം അംഗീകരിച്ചേ പറ്റൂ. വെറും നിഴല, കണ്ണച്ചാരുടെ വെറും നിഴല് മാത്രം എന്റെ ഭർത്താവ്. അയാൾക്ക് നേരെ നിന്നൊന്ന് വിരല് ചൂണ്ടാനോ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാനോ എന്റെ ഭർത്താവിന് കഴിയില്ല. ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതാ എന്റെ നാണക്കേട്, എന്റെ കോംപ്ലക്സ്. കണ്ണാ, ലേഖ മനസ്സിലാക്കി നിന്നോടുള്ള നിന്റെ മഹിയുടെ സ്നേഹത്തെ പറ്റി. ഇനി നിനക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ലെന്ന് ചോദിച്ച ഇപ്പോഴും ചെറിയൊരു കരട് എന്റെ മനസ്സിനകത്തുണ്ട്. എല്ലാം തികഞ്ഞൊരു പെൺകുട്ടി എന്തിനു വേണ്ടിയാണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന്. നിന്നോട് സഹതാപം ഉണ്ടാവാൻ നീയുമായിട്ട് നിന്റെ മഹിക്ക് മുൻപരിചയമൊന്നുമില്ലല്ലോ. എന്നാ അവിടെ നിനക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്തോ? സ്വന്തം വീട്ടില് തളയ്ക്കപ്പെട്ടതുപോലായിരുന്നു മഹിയുടെ ജീവിതം. കരുണ എന്ന അനിയത്തിയുടെ പാദസേവ ചെയ്താ അവള് ജീവിച്ചത്. ശരിക്കും പറഞ്ഞ അയാളൊന്ന് ഫ്രീ ആയത് ഞങ്ങളുടെ വിവാഹശേഷമാണ്. ആയിക്കോട്ടെ, നിങ്ങൾ തമ്മിലുള്ള ജീവിതത്തിനിടയ്ക്ക് നിനക്ക് പരിക്കൊന്നും പറ്റരുത്. എനിക്കും ലേഖയ്ക്കും അത്രയേ ഉള്ളൂ. അവര് വരുന്നുണ്ട്. സാധനങ്ങളെല്ലാം ഡിക്കിയിൽ വെച്ചില്ലേ അനന്തേട്ടാ? ആ, എല്ലാം വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ മുത്തിനെ കുട്ടി പോണമായിരുന്നു കണ്ണേട്ടാ. ഇനി കുറച്ചാൾ കഴിഞ്ഞാലേ നിങ്ങൾ പോകുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയി നിൽക്കാലോ. അങ്ങോട്ട് വന്നാൽ ശരിയാകത്തില്ല അല്ലേ അനന്തേട്ടാ? അതെ അതെ, അവിടെ ചില ദുർഭൂതങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർക്കൊപ്പം ഇപ്പൊ മഹിയുടെ അനിയത്തിയും കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വീട്ടിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ അരികിലേക്ക് നീ മഹിയും കൂട്ടിക്കൊണ്ട് വരുന്നതാ. ഇടയ്ക്ക് ഞങ്ങൾ വന്നോളാം. അതെ, നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞാലും ഞങ്ങളിങ്ങെത്തും. അങ്ങനെ വന്നില്ലെങ്കിലേ ബലമായിട്ട് ഞങ്ങളിങ്ങ് കൂട്ടിക്കൊണ്ടുവരും. അപ്പോഴേ മഹി കണ്ണേട്ടൻ വേണ്ടെന്നൊക്കെ പറയും. അതൊന്നും കാര്യമാക്കരുത്. തോമസ് വൈദ്യനെ മഹിക്ക് വിശ്വാസമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് തുടരണം. അതെ അതെ, അദ്ദേഹം പരാജയം സമ്മതിക്കുന്നത് വരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം. എടാ, ഡോക്ടറൊക്കെ നല്ല ഡോക്ടറാ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മരുന്ന് കുടിച്ചിറക്കി ഇത്തിരി പാടാ. അതിന് ഡോക്ടർ പരിഹാരം കണ്ടല്ലോ. ഇപ്പൊ കുടിക്കാൻ പറ്റുന്ന മരുന്നല്ലേ തരുന്നേ? എന്നാലും ഇടയ്ക്കിടയ്ക്ക് മനംപുരട്ടലൊക്കെ ഉണ്ട്. പിന്നെ തന്നെ വിഷമിപ്പിക്കാതിരിക്കാനാ ഞാൻ അതൊക്കെ കുടിക്കുന്നത്. ഡേടേ, തൽക്കാലം നീ നിന്റെ ഭാര്യ അനുസരിച്ചേ പറ്റൂ. ഇനിയിപ്പോ ഞങ്ങളിവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ കിടത്തി ചികിത്സിപ്പിക്കണമെങ്കിൽ അതും ചെയ്യാം. നീ ഇല്ലാത്തോണ്ട് നിന്റെ ബിസിനസ് ഒന്നും പൂട്ടി പോകത്തില്ല. കുറച്ചു ദിവസത്തേക്ക് വേണമെങ്കിൽ ഞാൻ ലേഖയും അതൊക്കെ നോക്കി നടത്തിക്കോളാം. കേട്ടോ ലക്ഷ്മി, ഇവന്റെ അനിയൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ആരും വിശ്വാസമില്ല. പിന്നെ ഞങ്ങളുണ്ടെങ്കിൽ ബിസിനസ് ഒക്കെ ഏൽപ്പിക്കാൻ ആളില്ല എന്നുള്ള പരാതി പറയില്ലല്ലോ. ശരി ശരി, എന്നാ പിന്നെ ഞങ്ങൾ പൊക്കോട്ടെ. നേരെ വീട്ടിലേക്കാണോ? അല്ല, എന്റെ വീട്ടിലൊന്ന് കയറണം. അത് കഴിഞ്ഞേ കണ്ണേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. എന്നാ പിന്നെ ആയിക്കോട്ടെ. ശരി ശരിടാ. ശരി ലേഖ. ആ ദേ എന്തെങ്കിലും വിഷമുണ്ടാവുമ്പോ എന്നെ വിളിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു കുരുക്ഷേത്രത്തിലാണ് താമസിക്കുന്നത്. ദേ ഈ ഇരിക്കുന്ന കണ്ണേട്ടൻ മാത്രമേ മഹിക്ക് തുണയായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കൗരവർ പടയാ. ആ ബോധം വേണം. വാ കേറിക്കോ. ചെല്ലട്ടെ.
ശരി. ശരി കണ്ണാ. ശരിടാ. ഓക്കെടാ. കണ്ണന്റെ എല്ലാ വൈകല്യങ്ങളും അറിഞ്ഞിട്ട് മഹാലക്ഷ്മി എന്തുകൊണ്ട് അവനെ കല്യാണം കഴിച്ചെന്നുള്ള സംശയം ഇപ്പൊ നിനക്ക് മാറിക്കിട്ടിയോ? മഹിയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ ആരെയും ആകർഷിക്കും അനന്തേട്ടാ. അതുകൊണ്ട് എനിക്കിപ്പോ സംശയമൊന്നുമില്ല. എങ്കിലും നേരിയൊരു സംശയം നിന്റെ ഉള്ളിലുണ്ട്, അതെനിക്കുണ്ട്. പക്ഷേ ഒരു കാര്യം നീ ഉറപ്പിച്ചോ, കണ്ണന്റെ സ്വഭാവം വെച്ചിട്ട് ഇനി മഹാലക്ഷ്മി എന്ന് തിരിച്ചടി എന്തെങ്കിലും ഉണ്ടായാ അവൻ തകർന്നു പോകും. അതവന്റെ അച്ഛന്റെ അമ്മയുടെയും വേർപാടിനേക്കാളും വലിയ ഷോക്കായിരിക്കും. പിന്നെ കൂട്ടുകാരനെയും കെട്ടിയോളെയും കാണാൻ പോയവർ ഇതുവരെ തിരിച്ചു വന്നില്ലെന്നാണല്ലോ പറയുന്നത്. ഓ, ഈ ഉണ്ണിയെ ശരിക്കും ഒരു മണ്ണുണ്ണിയായി പോയല്ലോടാ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, അവൻ ഇതുപോലെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടോ? അവനെ നമുക്കൊന്നുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കണം. ആ, അവനെ ശരിയാക്കണം, മറ്റവനെ ചെരുപ്പെടുത്തണം. എങ്കിലേ നമ്മുടെ മോളുടെ സന്തോഷം നമുക്ക് കാണാൻ പറ്റും. കമലേശ്വരത്തെ വണ്ടിയാ. പറഞ്ഞ് നാക്കടുത്തില്ല. മഹാറാണിയാണല്ലോ. മഹാരാജാവ് ഉണ്ടാകുന്നോ? ദേവസേനയോടൊപ്പം ബാഹുബലിയും ഉണ്ട്. കവറെടുത്തോ. എടാ, കവറൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് കൂട്ടുകാരൻ കൊടുത്ത സമ്മാനങ്ങളും ഒക്കെ ആയിട്ടേ അമ്മശ്ശെ കാണാൻ വന്നതായിരിക്കും. ജർമ്മൻ സുഹൃത്തിനെ കാണാൻ പോയെന്ന് പറഞ്ഞായിരുന്നു. ഇന്നലെ അവിടെ ആയിരുന്നു താമസം അല്ലേ? അതെ. എന്നാ പിന്നെ അകത്തോട്ട് വാ വാ. വാ വാ. ആ വാ വാ. സാധാരണ അനന്തൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്കൊപ്പമായിരിക്കും കുറച്ചു ദിവസം താമസം. പിന്നെ ഇയാളുള്ളതുകൊണ്ട് ഇത്തവണ ഒരു ദിവസം താമസിച്ചോളൂ. ഇവളുള്ളത് കൊണ്ട് എന്താ പ്രത്യേകത? കുറച്ചു ദിവസം താമസിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് പോന്നാ പോരായിരുന്നോ? അങ്ങനെ താമസിച്ചാലും അനന്തൂരിലേക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ഓ, ഇനി അവരിങ്ങോട്ട് വരും, ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ടും പോവും. അതുകൊണ്ട് അതിൽ കണക്കൊന്നും വെച്ചിട്ടില്ല. കണ്ണാ, പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. നീ ഇപ്പൊ കണ്ണി കണ്ട കൂട്ടുകാരുടെ പിന്നാലെ നടക്കുകയും അവരുടെ വീട്ടിൽ പോയി താമസിക്കുകയൊന്നും അല്ല വേണ്ടത്. ഇപ്പൊ ഏതോ ഒരു വൈദ്യരെ പോയി കണ്ടെന്ന് പറഞ്ഞല്ലോ. അയാള് തന്ന മരുന്നൊക്കെ മുടങ്ങാതെ അങ്ങ് കഴിച്ചേക്കണം. അതെങ്ങനെ കഴിക്കാനാമേ? ഇടയ്ക്കത് കഴിച്ചപ്പോ അതെല്ലാം കൂടെ പുറത്തു പോയെന്നല്ലേ കേട്ടത്? ഓ, ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പോ ഡോസ് കുറഞ്ഞ മരുന്നാ ഡോക്ടർ കൊടുത്തിരിക്കുന്നത്. ഇത്തിരി ഡോസ് കൂട്ടിക്കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്തിരി മാറ്റം ഉണ്ടായ അത് മഹാഭാഗ്യമല്ലേ. നട്ടലിന് ക്ഷതം തട്ടിയതുകൊണ്ട് ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്തോ? ആ, ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ അല്ലേ? അമ്മ എവിടെ? ആ, അവളെ നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഉണങ്ങാൻ നിൽക്കുവാണോന്ന് അറിയത്തില്ല.
അല്ല, അവളെ വെയില് കായാൻ നിൽക്കണോന്ന് അറിയത്തില്ല എന്ന്. ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരാൻ കണ്ണേട്ടാ. ആഹാ, അവൾക്കെന്തോ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണല്ലോ കെട്ടിയോള് വന്നിരിക്കുന്നത്. സമ്മാനങ്ങളാണെങ്കിൽ അത് ഉടനെ കാണാമല്ലോ. ഓ, അവളെ ഇങ്ങനെ കണ്ടിടം നിറങ്ങാനൊക്കെ അനുവദിക്കുന്ന സമയത്ത് കണ്ണൻ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അതാ അങ്ങനെ പറഞ്ഞത്? അമ്മേ, അമ്മേ, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പറയുന്നേ? അമ്മ തന്നെ പറ. പറ. അത് പിന്നെ അവളുടെ ജാതകം ഞാൻ വിശദമായിട്ട് ജ്യോത്സ്യരെ കൊണ്ട് പരിശോധിപ്പിച്ചു. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവക്ക് 2 കെട്ടുണ്ടെന്ന്. 2 കെട്ടെന്നൊന്നും അല്ല അമ്മേ പറഞ്ഞേ, 1-ലധികം എന്നല്ലേ പറഞ്ഞേ. അപ്പോ 3-ഓ 4-ഓ ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോ ഈ കൂട്ടുകാരുടെ കൂടെ, ഡ്രൈവർമാരുടെ കൂടെ, ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന്റെ കൂടെയൊക്കെ അവളെ ഇങ്ങനെ കയർ ഉരുവിട്ടാൽ ശരിയാകത്തില്ല കണ്ണാ. ഒരു ദിവസം കയറി ഊരിപ്പോയവള് പിന്നെ തിരിച്ചു വരാൻ പ്രയാസമാകണ. അതുകൊണ്ട് കയറൊന്നും മുറുക്കുന്ന നല്ലത്. ഇവിടെ താമസിക്കുന്ന സമയത്ത് അങ്ങനെ കയറിട്ട് മുറിക്കാണല്ലോ അയാളെ നിർത്തിയിരുന്നത്. എന്നിട്ട് അയാൾ പേരുദോഷം വല്ലതും കേൾപ്പിച്ചായിരുന്നോ? അവൾ ഇവിടെ കേൾപ്പിച്ച പേരുദോഷത്തെ പറ്റിയൊന്നും ഞങ്ങൾ പറയുന്നില്ല. പറയണമെന്നില്ല. ഇത്തരം ഉപദേശങ്ങള് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മകൾക്ക് കൊടുത്താൽ മതി. എന്റെ ഭാര്യയെ പറ്റി എനിക്ക് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് 100% മനസ്സിലാക്കിയ കൂട്ടത്തില ഞാൻ. ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടുള്ളൂ. എന്നാ ഞാനും അമ്മയൊക്കെ 10-22 വർഷമായിട്ട് അവളെ കാണുന്നതാ. കാഴ്ചയ്ക്ക് മങ്ങലേറ്റവര് എത്ര വർഷം ആരെ കണ്ടാലും അവരെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് ഒരു നിമിഷം കണ്ടാൽ മതി മുന്നിൽ നിൽക്കുന്ന ആള് നല്ലവരാണോ കെട്ടവരാണോ എന്നറിയാൻ. ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വീൽ ചെയറിലായിട്ടും അങ്ങനെ ഒരു ചിന്തയില്ലാതെയാ നാണം കെട്ടവന്റെ ഒരു സംസാരം. അമ്മ, ഞാൻ എവിടെയൊക്കെ നോക്കി, ഇവിടെ നിൽക്കായിരുന്നോ? മോളോ? കുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം നനച്ചിടായിരുന്നു മോളെ. അല്ല, കണ്ണന്റെ കൂട്ടുകാരന്റെയും ഭാര്യയുടെ അടുത്തും പോയിട്ട് എന്തായി? അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന വരവാ. എന്ത് നല്ല ആൾക്കാരാണെന്നറിയോ അമ്മയ്ക്ക്. കൂട്ടുകാരെ കിട്ടുന്നെങ്കിൽ ഇതുപോലുള്ള കൂട്ടുകാരായിരിക്കണം. അത് പിന്നെ കണ്ണൻ നേരത്തെ അവരെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. ഉണ്ണിയേക്കാളും കണ്ണേട്ടിന് വിശ്വാസ സ്നേഹം ഒക്കെ അനന്തുവിനോടാ. അതുപോലെ തന്നെ തിരിച്ചു. ശരിക്കു പറഞ്ഞ അനന്തുവിന്റെ ഭാര്യ ലേഖ നല്ലൊരു കമ്പനിയാ. ആ, അമ്മയൊന്ന് വന്നേ. അമ്മയ്ക്ക് തരാൻ ഒരു നല്ല സമ്മാനം കയ്യിലെടുത്തിട്ടുണ്ട്. ഇതെനിക്ക് അനന്തുവേട്ടനും ലേഖയും പ്രസന്റ് ആയിട്ട് തന്നതാ. ഇത് വിട്ടോണ്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാലേ ആ കരുണയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അവിടെ ആർക്കും അത് ഇഷ്ടപ്പെടില്ല. എല്ലാവരും കളിയാക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നല്ല നിരാശയും വിഷമം ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്കിപ്പോ സ്വർണ്ണമൊക്കെ ഒരുപാടുണ്ടല്ലോ അമ്മേ. അപ്പോ ഇത് അമ്മയ്ക്ക് തരാന്ന് വെച്ചു. ദാ. അയ്യോ, ഇതെന്തിനാ എനിക്ക്? എന്റെ അമ്മ ഇനി ആരുടെയും പിന്നിലാവരുത്. അതാ എന്റെയും കണ്ണേട്ടന്റെ ആഗ്രഹം. ഇവിടെ ചിലര് കളിയാക്കുന്നുണ്ടല്ലോ പലതും പറഞ്ഞ്. അവരുടെ മുന്നിൽ അമ്മ ഇതൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വേണം നടക്കാൻ. ഇനി എനിക്ക് ചന്തം കൂടിയിട്ട് എന്താ മോളെ കാര്യം? മോളുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പുണ്ടാവണം. കണ്ണന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാവണം. എനിക്കത്രയേ ഉള്ളൂ. ഇപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങിയല്ലോ അമ്മ. അതിന് സാവകാശം ഫലം കാണുമെന്ന് നമുക്ക് കരുതാം. അതിനിടയ്ക്ക് ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അമ്മ ഇനി എന്റെ രണ്ടാനച്ഛന്റെയും അയാളുടെ അമ്മയുടെ മുന്നിൽ ചൂളി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല.
അമ്മയ്ക്ക് ബുദ്ധിമുട്ട് എന്തേലും ഉണ്ടാവുകയാണെങ്കിൽ പുറത്തൊരു വീടെടുത്ത് തരാന്ന് കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്കൊപ്പം അവിടെ ഒന്ന് താമസിക്കാം. അതൊന്നും വേണ്ട മോളെ. ഇത്തിരി വഴക്കും അടിയും കൊണ്ടാലും ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. ഇനി എന്റെ ജീവിതത്തെപ്പറ്റി എനിക്കൊരു ചിന്തയില്ല. കരുണയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടി. അത് അവൾക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നില്ലെങ്കിലും ഉണ്ണി അവൾക്ക് പറ്റിയൊരു പയ്യൻ തന്നെയാ. അതോടൊപ്പം മോളുടെ ജീവിതം കൂടി ഒന്ന് നന്നായി കാണണമെന്നുണ്ട്. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് കാണാൻ പറ്റിയ അതിൽ പരം ഒരു ഭാഗ്യം എനിക്ക് ജന്മത്തെ കിട്ടാനില്ല. എനിക്ക് കുഞ്ഞ് ജനിക്കുന്ന എന്നെ കണ്ട് ഫലപ്രവചനം നടത്താറുള്ള ആ അമ്മ പറയുന്നത്. ആ അമ്മയുടെ വാക്ക് ഇതുവരെ തെറ്റിയിട്ടില്ല. അതുകൊണ്ട് മിക്കവാറും കണ്ണേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറുമായിരിക്കും അമ്മേ. ആ ദേ, ഇത് ഞാൻ അമ്മയുടെ കഴുത്തിലിട്ട് തരാം. വേണ്ട മോളെ, ഇവളുടെ ഒരു നല്ല രസമുണ്ട്. ഒന്ന് കാണട്ടെ. സത്യം പറയാലോ, അമ്മ ഈ പ്രായത്തിലും ഞങ്ങള് മക്കളെക്കാളും സുന്ദരിയാ. ഒന്ന് വെറുതെ ഇരിക്കും മോളെ. സത്യം അമ്മ പറഞ്ഞത്. അമ്മയ്ക്ക് ഒരബദ്ധമേ പറ്റിയുള്ളൂ. ആ അബദ്ധമാ എന്റെ രണ്ടാനച്ഛൻ. പറ്റിപ്പോയി മോളെ. ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ വന്നേ. ദേ നോക്കി, കണ്ണാടി നോക്കി നോക്ക്. എങ്ങനെയുണ്ട്? ഈ വയസ്സാം കാലത്ത് ഇനി ഇതൊക്കെ ഇട്ടോണ്ട് നടക്കണോ മോളെ? നടക്കണം. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരികയാണെങ്കിലേ ഇങ്ങനെ വേണം അമ്മ പുറത്തേക്ക് ഇറങ്ങാൻ. ഇങ്ങോട്ട് വന്നേ അമ്മ. എന്തിനാ? എല്ലാവരും ഇങ്ങനെ അമ്മയൊന്ന് കാണട്ടെ. അമ്മ വാ. അപ്പോഴേ ഈ പറയുന്ന കണ്ണന്റെ കൂട്ടുകാരനും കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലേ? അപ്പൊ പിന്നെ നിങ്ങളെല്ലാവരോടും ലാളിക്കണം എന്റെ മോളുടെയും മരുമോന്റെയും കുഞ്ഞുങ്ങളെ, അല്ലേ മേ? ആ, അതാണ് അതിന്റെ ശരി. അല്ലാതെ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനൊന്നും പോകണ്ട കേട്ടോ. മഹിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നടന്നു വരും. എല്ലാം അയാളുടെ തീരുമാനത്തിന് വിട്ടിരിക്കാൻ. അപ്പൊ ഇയാൾക്ക് സ്വന്തമായിട്ട് തീരുമാനമൊന്നുമില്ലേ? ഉണ്ടായിരുന്നു എന്റെ വിവാഹത്തിന് മുമ്പ്. ഇപ്പോ എന്റെ ഭാര്യയുടെ തീരുമാനത്തിന് ഞാൻ മുൻഗണന കൊടുക്കുന്നത്. ഓഹോ, അവളും അങ്ങനെ തന്നെയാണോ മോനെ? എന്നെ ധിക്കരിച്ചെന്തായാലും എന്റെ ഭാര്യ ജീവിക്കില്ല, ആ ഉറപ്പ് എനിക്കുണ്ട്. ഓ, ആ അത് കുറുപ്പിന്റെ ഉറപ്പാ വരുന്നാ കൊള്ളാം. കണ്ണേട്ടാ ദേ നോക്കി. എവിടുന്ന് കിട്ടി ഈ പളുങ്കുമാല? ഇത് പളുങ്കല്ല മുത്തശ്ശി, നല്ല വൈരമാലയാ. എന്റെ അമ്മ, മനുഷ്യന് വെറുതെ വൈരാഗ്യം ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഓരോ വൈരമാലയായിട്ട് വന്നേക്കുവാ. ഇവക്കെന്തിനാ ഈ പ്രായത്തിൽ മാല? ആനന്ദവും ലേഖയും കൂടെ ഇയാൾക്ക് കൊടുത്തതാ. ഇയാൾക്ക് ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാന്ന് മഹി പറഞ്ഞു. ആ മാല കൊള്ളാം, പക്ഷേ മാല ഇട്ടയാള് അത്ര പോരാ. ഇടേണ്ടവരിട്ടാലേ അതിന് ഭംഗിയുണ്ടാവൂ. അമ്മ ഇട്ടാ ഭംഗിയുണ്ടാവുമെന്ന് തോന്നിയിട്ടാ ഞങ്ങളിത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തത്. അമ്മയ്ക്ക് കൊടുത്തേക്ക് ഇരിക്കട്ടെ. കരുണ മോൾക്ക് ബർത്ത്ഡേ അന്ന് കൊടുത്തതുപോലെ ഉണ്ണി കൊടുത്താണെന്നും പറഞ്ഞ് സ്വർണ്ണം ഒന്നും കൊണ്ടു കൊടുക്കല്ലേ. അവൾക്കത് ഇഷ്ടമല്ല. ചിലപ്പോ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കും. അതവളെ വളർത്തിയവരുടെ കുഴപ്പം.
നല്ല സംസ്കാരത്തിൽ മക്കളെ വളർത്തി കഴിഞ്ഞാൽ ഒരു മക്കളും അങ്ങനൊന്നും ചെയ്യില്ല. ദേ കണ്ട, നീ ഞങ്ങളുടെ ഉണ്ണിക്കുട്ടന്റെ മൂത്തവനായതുകൊണ്ടാ പലപ്പോഴും ഞങ്ങൾ നാവടക്കി നിൽക്കുന്നേ. എന്ന് വെച്ചു കൂടുതൽ ആക്ഷേപിച്ചാലുണ്ടല്ലോ ഞങ്ങളുടെ തനി കൊണം നീ കാണും. അതിനി കാണാനും കേൾക്കാനൊന്നുമില്ല, എനിക്കറിയാലോ. അതെ, ഈ ജന്മം ഇനി രണ്ടാൾക്കും ഒരു കുഞ്ഞിനെ ലാളിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ വാങ്ങി തൃപ്തിപ്പെട്ടോണ്ടിരിക്കാം. അതെ അതെ, പക്ഷേ കുഞ്ഞുങ്ങളില്ലാത്തന്റെ ദുഃഖം മറക്കാൻ സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. അതിനെ കുറച്ചൊക്കെ ഭാഗ്യം വേണം. ആ ഭാഗ്യം ഞങ്ങൾക്കില്ല. പക്ഷെ ഈ ജന്മം എനിക്ക് കിട്ടിയ ഭാഗ്യ ഈ നിൽക്കുന്നത്. പിന്നെ എല്ലാ സൗഭാഗ്യവും ദൈവം ആർക്കും കൊടുക്കില്ലല്ലോ. എന്നാ പിന്നെ പോവാം മഹി. അയ്യോ, എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം മോനെ. അതെ അതെ, ലക്ഷക്കണക്കിന് വിലയുള്ള മാലയൊക്കെ അല്ലേ കൊണ്ട് കൊടുത്തേ. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടങ്ങ് പോയാൽ മതി കണ്ണ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയത് അനന്തുവിന്റെ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് തൽക്കാലം ഒന്നും വേണ്ടമേ. പോ മഹി. ആ വീൽ ചെയർ ഒന്ന് തള്ളിക്കൊടുക്കടേ. തള്ളേണ്ട കാര്യമൊന്നുമില്ല, ഇത് തള്ളാതെ തന്നെ പോകുന്ന വീൽ ചെയറാ. ഓ, അമ്മേ, ഒരു ദിവസം അടിച്ച് വീലായിട്ട് ആ വീൽ ചെയർ ഇരിക്കുന്നവനെ ഞാൻ വായി വരുന്നൊക്കെ വിളിച്ചു പറയും. ചിലപ്പോ അവനെ എടുത്തങ്ങ് ഉടുക്കും. അതുപോലെ അവന്റെ ചില സംസാരങ്ങൾ. രണ്ടെണ്ണം അങ്ങ് പൊട്ടിച്ചാലും അവര് തിരിച്ചു തല്ലാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ? അവന്റെ നിയന്ത്രണത്തില ഇപ്പൊ കമലേശ്വരം തറവാടും കമലേശ്വരത്തെ ബിസിനസ്സും എല്ലാം. എടാ, അതുകൊണ്ടാ ഞാൻ നിന്നോട് ചോദിച്ചേ, നമ്മുടെ മരുമോൻ ഉണ്ണിമോൻ ഒരു മണ്ണുണ്ണിയാണോന്ന്. അല്ല, എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടേ. എന്നാലും അവൻ കാണാൻ നമ്മുടെ കുഞ്ചാക്കോ ബോബനെ പോലെയൊക്കെ നല്ല ചോക്ലേറ്റ് ലുക്കല്ലേ? അതെ. എടാ, ആണിന്റെ സൗന്ദര്യമൊക്കെ കല്യാണം കഴിയുന്നത് വരെ ഉള്ളൂ പ്രതാപ. അത് കഴിഞ്ഞാല് ആണിന്റെ സൗന്ദര്യം കൂടണമെങ്കിലേ കയ്യിലെ തൊട്ട് വേണം, കാശ് വേണോന്ന്. പെണ്ണുങ്ങൾ പറയുന്ന പോലെ നടത്തി കൊടുക്കാനുള്ള കഴിവും വേണം. അല്ലെങ്കിലേ ഈ പറയുന്ന ശാട്ടങ്ങളൊക്കെ മെല്ലെ മെല്ലെ അങ്ങ് വാടിപ്പോകും. പോയിട്ട് വരാമേ. അവിടെ സ്നേഹം നോക്കടാ. നമ്മുടെ കൊച്ചിനെ കുറിച്ച് അവക്ക് ഒരു ചിന്തയില്ല. അവിടെ നിൽക്കടി. ഡേ, നീയേ ഇന്ന് തന്നെ വൈകുന്നേരം കുളിച്ചൊരുങ്ങി ഈ മാലയൊക്കെ ഇട്ടോണ്ട് അമ്പലത്തിലോട്ടൊന്ന് പോണം. അവിടെ വരുന്നവരൊക്കെ ഒന്ന് കാണട്ടടി നിന്നെ. അങ്ങനെയാണെങ്കിലേ ചിലപ്പോ ഒരു മൂന്നാം കെട്ട് നടക്കും. രണ്ടാമതൊരു കല്യാണം കഴിച്ചു തന്നെ എന്റെ കാലക്കേടായിട്ടാ ഞാൻ കരുതുന്നത്. പിന്നെയല്ലേ മൂന്നാമതൊരു കെട്ട്. അവള് പറഞ്ഞതിന്റെ കാര്യം നിനക്ക് മനസ്സിലായോ? രണ്ടാമത് കെട്ടിയത് കൊണ്ടാണ് കർണമോളെ പോലെ ഒരു കുഞ്ഞ് ജനിച്ചത്. അതാണ് അവളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന. അല്ലായിരുന്നെങ്കിലേ ആ പോയവളെ മാത്രം കൊഞ്ചിച്ചാ മതിയായിരുന്നല്ലോ. നന്ദി കേട്ടവള്. ഓ, ഇനിയിപ്പൊ ഇതൊക്കെയാ നല്ല പണി. എന്താ? അല്ല,
നിങ്ങളുടെ ഏട്ടന് ഷൂ ഉണ്ടെങ്കിലേ അതൊക്കെ പോളിഷ് ചെയ്ത് കൊടുക്കുന്നതാ നല്ല പണിന്ന് പറയായിരുന്നു. നിന്റെ ദേഷ്യത്തോടെ മാറിയില്ല കരണേ. നെക്ലസ്, അതും 10-15 പവന്റെ ഒരു ഒന്നാന്തര നെക്ലസ് കഴുത്തിലിട്ട് കൊടുത്തു. ഓ, ലേഖേച്ചി ഏട്ടത്തിന്റെ കഴുത്തിൽ നെക്ലസ് ഇട്ട് കൊടുത്ത കാര്യമായിരിക്കും നീ പറഞ്ഞത്. അല്ല, ലക്ഷ്മി എന്റെ അമ്മയുടെ കഴുത്തില് 10-15 പവന്റെ ജർമ്മൻ നെക്ലസ് കൊടുത്ത കാര്യ ഞാൻ പറഞ്ഞത്. എന്റെ അമ്മയുടെ കഴുത്തില് അങ്ങനെ വിലപിടിപ്പുള്ള ഒരു സാധനം ഇട്ട് കൊടുത്തപ്പോ അവളിനി എന്തൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്? നിന്നെ ചൊടിപ്പിക്കാനായിട്ട് അവര് ചിലപ്പോ ദേഹമാസകലം സ്വർണത്തിൽ മുങ്ങിയായിരിക്കും വരുന്നത്. അങ്ങനെ ഒരു കാഴ്ച കാണുന്നതിലും നല്ലത് ഞാൻ എന്റെ ഈ ശരീരം അങ്ങ് കത്തിച്ചു കളയുന്ന. കുറെ നേരായി നീ ഇങ്ങനെ പ്രഷർ നടക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് ഓർമ്മ വേണം. അമ്മമാരുടെ സന്തോഷമാണ് കുഞ്ഞിന്റെ ആരോഗ്യം. അങ്ങനെ അമ്മമാര് സന്തോഷിക്കണമെങ്കിലേ അവരുടെ കൂടെയുള്ള ആണുങ്ങള് അവരുടെ ആഗ്രഹങ്ങള് സാധിച്ചു കൊടുക്കാൻ കഴിവും പ്രാപ്തിയുള്ളവരായിരിക്കണം. എന്റെ കഴിവുകേട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നീ ഓർമ്മിപ്പിക്കണ്ട. അങ്ങനെ ചെയ്താലും നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തിത്തരാൻ എനിക്ക് കള്ളക്കടത്ത് ബിസിനസ് ഒന്നുമില്ല. പിന്നെ ഏട്ടനെ പോലെ ഫ്രണ്ട്സ് ഒന്നും എനിക്കില്ല. കരുണേ, ഞാൻ ഈ വീട്ടിലെ ഒറ്റ മോനാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇപ്പൊ ഈ കോമ്പറ്റീഷൻ ഉണ്ടാവുമായിരുന്നോ? ഉള്ളത് കൊണ്ട് നീ അടിപൊളിയായിട്ട് ജീവിക്കത്തില്ലായിരുന്നോ? നിങ്ങളുടെ ഏട്ടന്റെ ഭാര്യയായിട്ട് ലക്ഷ്മി വന്നതാണ് എന്റെ പ്രശ്നം. മറ്റാരെങ്കിലും ആണ് അവരുടെ സ്ഥാനത്തെങ്കിലേ എനിക്ക് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ലായിരുന്നു. നിന്റെ ചേച്ചി നിനക്കൊപ്പം പറഞ്ഞോടാ ഞാൻ പറഞ്ഞോ? അത് നിന്റെ അച്ഛനും എന്റെ അമ്മാനും കൂടെ എടുത്ത കൂട്ടായ തീരുമാനമാണ്. അതിപ്പോ എനിക്ക് കോടാലിയായി. അതെ അതെ, എല്ലാത്തിനും എന്റെ അച്ഛനെ പറഞ്ഞാ മതി. എന്റെ പാദസേവ ചെയ്യുന്ന കരുതിയിട്ട അച്ഛനും മുത്തശ്ശിയും കൂടി വയ്യാത്തൊരാളുടെ തലയിൽ അവളെ കെട്ടിവെച്ചത്. അപ്പോഴും കരുതിയില്ല നിങ്ങളുടെ ഏട്ടന്റെ കൺട്രോളിലാണ് ഈ വീടെന്ന്. അമ്മയ്ക്ക് നെക്ലസ് കൊണ്ടുകൊടുത്തത് മനഃപൂർവ്വ. അതെന്റെ അച്ഛനെയും മുത്തശ്ശിയും ഒക്കെ കൊച്ചാക്കാൻ വേണ്ടി തന്നെയാ. ഇനിയിപ്പോ എന്തുണ്ടായാലും കാഴ്ച കണ്ട് നിക്കാം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ നിർത്തണ്ട, പോളിഷ് നടക്കട്ടെ. ഭാര്യയുടെ മുഖത്ത് മിനുക്കോ ഇല്ലെങ്കിലും ഷൂസ് മിനുങ്ങട്ടെ. ഇതിനു മുമ്പ് അനന്തേട്ടനും ലേഖിച്ചും വരുമ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാ ഇപ്പോ ഒരുത്തി വന്നതിന് ശേഷം ഒരു സന്തോഷവും ഇല്ലാതെയായി. ഇനി സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നാലും അതൊക്കെ അവക്ക് അവകാശപ്പെട്ടതല്ലേ? വലിയൊരു പെട്ടിയൊക്കെ ഉണ്ടല്ലോ. അത് പിന്നെ അനന്തുവിനെ കാണാൻ പോയാ അവരങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. ബാഗ് എടുക്ക. എല്ലാ തവണത്തെയും പോലെ പെട്ടിനിറയെ സമ്മാനങ്ങൾ കൊടുത്തു വിട്ടോ? അത് പതിവാണല്ലോ അമ്മേ. ഇത്തവണ കരുണയും കൂടെ ഉള്ളതുകൊണ്ട് കൂടുതൽ സമ്മാനങ്ങൾ തന്നുവിട്ടിട്ടുണ്ട്. അങ്ങനെ തന്നുവിടാൻ ഞാൻ പറഞ്ഞായിരുന്നോ? എനിക്ക് വേണ്ട ആരുടെ സമ്മാനങ്ങൾ? വേണ്ടെങ്കിൽ വേണ്ട, ആരെയും നിർബന്ധിക്കുന്നില്ല.
പിന്നെ അനന്തുവിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നാല് ആദ്യം വേണമെന്ന് പറഞ്ഞ് ഓടി വരുന്നത് ദേ ഇവളായിരുന്നു. പിന്നെ ഇവനും. ഇപ്പൊ കരുണയുടെ ഭർത്താവായതുകൊണ്ട് ഇവന് ചിലപ്പോ ഇനി അത് വാങ്ങാൻ ഇത്തിരി പ്രയാസമായിരിക്കും. നിനക്ക് അങ്ങനെ എന്തെങ്കിലും അയത്തമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടാ. പിന്നെ എനിക്കായിരിക്കില്ലല്ലോ ഇപ്രാവശ്യം ഓരോന്ന് തന്നു വിട്ടത്. ആ പെട്ടിയും കൊടുക്കും മഹി. നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് ബാക്കി ഇയാൾക്ക് കൊടുത്താൽ മതി. അയ്യോ അത് വേണ്ട കണ്ണേട്ടാ, ഏട്ടത്തിക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം കൊടുത്തു വിട്ടിരിക്കുന്നത്. എനിക്ക് ഈ ഫോറിൻ ഐറ്റംസുകളോടൊന്നും വലിയ താല്പര്യമില്ല മഞ്ജു. മഞ്ജു എടുത്തോ, അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തേലും തന്നാ മതി. കൊണ്ടുപോയിക്കോടി, കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ എടുക്ക്. ഇതിനുമുമ്പ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട താമസം പറയുപോലും വേണ്ട, ഇവിടെ എടുത്തോണ്ട് ഒറ്റ ഓട്ട. പിന്നെ അമ്മയ്ക്കുള്ളതുകൊണ്ട് ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തോ. ആ വേണ്ടാത്തോടൊന്നും ഇനി പ്രഷർ വരുത്തി എടുക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് വേണ്ടത് ഒരു കുഞ്ഞായിരുന്നു, അതിപ്പോ എന്റെ വയറ്റിലുണ്ട്. തമ എന്താന്ന് നോക്കട്ടെ, ജർമ്മൻ ഐറ്റംസ് അല്ലേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോമേ? കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിക്ക് ആവശ്യം ഒരു കുഞ്ഞല്ലേ? അത് 100% സത്യമാ മോളെ. പറയേണ്ട സമയത്ത് തന്നെ മോൾ അത് പറഞ്ഞു. ഞാനതങ്ങോട്ട് പറയുന്നതിന് മുമ്പേ മോളതങ്ങ് തട്ടിവിട്ട് കളഞ്ഞു. കണ്ണേട്ടൻ ഇങ്ങനെ കൂടുതൽ കൊച്ചാക്കുന്നത് നല്ലതല്ല. ആർക്ക് നല്ലതല്ല? എനിക്കൊരു കുഴപ്പമില്ല. ഉണ്ണിയേട്ടൻ ചിലപ്പോ അയാളുടെ കൃപയിലായിരിക്കും കഴിയുന്നേ. പക്ഷെ എനിക്ക് കയറി ചെല്ലാൻ ഒരു വീടുണ്ട്, എന്നെ പൊന്നു പോലെ നോക്കാൻ ആൾക്കാരും. അതറിയാലോ. അതുകൊണ്ട് അയാളിനി എത്ര വലിയവൻ ചമഞ്ഞാലും പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. എടുത്തി വന്നോ? എല്ലാം ഉണ്ട്. വെറുതെ മഹാലക്ഷ്മിയോടുള്ള ദേഷ്യം ഇതിനോട് കാണിക്കണ്ട. എന്താന്ന് വെച്ചാ എടുത്തോ. അയ്യേ, ജർമ്മനിന്ന് ഏതാണ്ടൊക്കെ കൊണ്ടുവന്നു അറിഞ്ഞപ്പോ ഞാൻ കരുതി ജർമ്മൻ ഗോൾഡും ഡയമണ്ടും സ്വർണ്ണ ബിസ്ക്കറ്റും ഒക്കെ ആവൂന്ന്. ഇത് ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ ഈ സ്പ്രേ ഒക്കെ ഇവിടെയും വാങ്ങിക്കാൻ കിട്ടുമല്ലോ. പിന്നെ കോവളത്തും കന്യാകുമാരിയിലും പോയാൽ കിട്ടുന്ന കുറെ മാലയും ഉണ്ട്. ഇതിവിടെ ഒന്നും കിട്ടത്തില്ല എടുത്തി. ആര് പറഞ്ഞു കിട്ടില്ലാന്ന്? അവൾ അമ്മയ്ക്കൊരു നെക്ലസ് കൊടുത്തപ്പോ ഈ പെട്ടിക്കകത്ത് നിറയെ സ്വർണ്ണായിരിക്കുന്ന ഞാൻ കരുതിയത്. ആ എന്നുവെച്ചാ കൂട്ടുകാരനും ഒരുപോലെയാണല്ലോ. രണ്ടുപേർക്കും കുട്ടികളൊന്നും ഇല്ലല്ലോ, പിന്നെ ആർക്കും എന്തും കൊടുക്കാമല്ലോ. എന്റെ ഇടത്തി, അതുകൊണ്ട് ഈ അനന്തുവേട്ടനെയും ലേഖേച്ചിയും ഒക്കെ നമ്മൾ സോപ്പിട്ട് നിർത്തുന്നത് നല്ലതാ. നമുക്ക് നമ്മുടെ കുട്ടികൾക്കും ഒക്കെ അവരെന്തെങ്കിലുമൊക്കെ വാരിക്കോരി തരും. എനിക്ക് വേണ്ട അവരുടെ സമ്പത്തൊന്നും.
അല്ലാതെ തന്നെ എന്റെ അച്ഛനും മുത്തശ്ശിയും കൂടി എനിക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ഇത് മണത്ത് നോക്കേണ്ട കാര്യമില്ല. ഈ മുറി ആകെ മണം വരുന്നത് കണ്ടോ? ഏയ്, എനിക്കൊരു വൃത്തികെട്ട സ്മെല്ലായിട്ടാ തോന്നുന്നത്. എന്റെ ഇടത്തി അനന്തമായിട്ടും കൊണ്ടുവരുന്ന സ്പ്രേയും അടിച്ചോണ്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയാ ആരും ചോദിക്കാതിരിക്കില്ല ആ സ്പ്രേ എവിടുന്നാണെന്ന്. ശരിയാ, എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സ്മെൽ എനിക്ക് കിട്ടിയിട്ടില്ല. അതെ, കേവലം ഒരു സ്പ്രേ ആണെന്ന് കരുതണ്ട. ഇതിന്റെയൊക്കെ വില 70,000-ന് മുകളിലായിരിക്കും. ഇവിടെയൊന്നും ഇത് കിട്ടത്തില്ല ഒരു ഷോപ്പിലും. ആ, ലക്ഷ്മിയുടെ സ്വഭാവത്തില് ഒരുപാട് ദുർഗന്ധമുണ്ട്. അത് ചിലപ്പോ ഈ സ്പ്രേ പൂശിയാ പോകുമായിരിക്കും. അവള് ഭർത്താവിന്റെ കൂട്ടുകാരൻ കൊടുത്ത സാരി ഉടുത്ത് സ്പ്രേയും പൂശി പോയി കഴിഞ്ഞ പിന്നെ ആ സാഗറുണ്ടല്ലോ, അവൻ അവളുടെ അടുത്തുനിന്ന് മാറത്തില്ല. അതുകൊണ്ട് അവള് സ്പ്രേയും പൂശി നടക്കട്ടെ. എന്റെ ഇടത്തി അനന്തവട്ടം വർഷാവർഷം ഇങ്ങനെ സ്പ്രേ കൊണ്ടുവരുന്നതുകൊണ്ട് ഞങ്ങൾക്കാർക്കും അതൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. ഏട്ടത്തി അത് എന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. എപ്പോ? കഴിഞ്ഞൊരു ദിവസം നമ്മൾ ഒരുമിച്ച് അമ്പലത്തിൽ പോയപ്പോ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.